വെടക്കാക്കി തനിക്കാക്കാൻ എന്നും വളരെയധികം ഉത്സാഹം കാട്ടിക്കൂട്ടുന്ന US-നും ഇപ്പോൾ കണക്കുകൾ തെറ്റിയിരിക്കുകയാണ്. ഇസ്രയേലിന് വേണ്ടി ഒരിക്കലും ഇനി അനുകൂലമായ നിലപാടോ അതല്ലെങ്കിൽ അവർക്ക് ഉതകുന്ന രീതിയിലുള്ള സഹായങ്ങളോ ചെയ്യാൻ US-ന് കഴിയാത്തവണ്ണം ഇറാൻ പൂട്ടുകയാണ് ചെയ്യുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇസ്രയേലിൻ്റെ ചാരസംഘടന തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സൈനിക ഉദ്യോഗസ്ഥരിൽ പലരുടെയും ജീവിതം സുരക്ഷിതമല്ല എന്ന് അവർക്കറിയാം. ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ വധിച്ചതുപോലെ ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് വിങ്ങായിട്ടുള്ള മൊസാദിൻ്റെ ഗ്രൂപ്പ് എല്ലാ തരത്തിലും ഇറാനിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത് വളരെ വ്യാപകമായി വന്നു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. എന്നിട്ടും ഇറാൻ എന്തുകൊണ്ടാണ് US-മായി ഒരു ഡീലിലേക്ക് എത്താൻ താല്പര്യപ്പെടാതെ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് തുറന്നടിക്കാൻ അവർക്ക് ശക്തി കിട്ടിയ കാര്യം? അത് ചില്ലറ കാര്യമൊന്നുമല്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഫോർദോയും ഇസ്ഫഹാനും ഒക്കെ ആക്രമിച്ച് കീഴടക്കിയാൽ അവരുടെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികളെല്ലാം തകരുകയും അവരുടെ രാജ്യം വീണ്ടും പാതാള കുഴിയിലേക്ക് പോവുകയും അറിയാമെന്ന് കൃത്യമായി വിദേശകാര്യ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനിക്കും വളരെ വ്യക്തമായി അറിയുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് US-ൻ്റെ ഡീലിൽ ഒരു രീതിയിലും ഇറാൻ കൂസാത്തത്? അതിന് ഉത്തരം വളരെ ലളിതമാണ്. റഷ്യ ഇറാന് എല്ലാ രീതിയിലും സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നത് മാത്രമല്ല, മറിച്ച് റഷ്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം അത്രമേൽ ദൃഢമാക്കാൻ ഇറാന് ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് ഇറാൻ ചെയ്തത് ചെറിയ കാര്യമൊന്നുമല്ല. വലിയ തോതിലുള്ള സഹായങ്ങൾ റഷ്യക്ക് ചെയ്തു കൊടുത്ത് US-നെ വീറ്റാക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ സമിതിയിൽ അവർക്ക് വേണ്ടി വാദിക്കാൻ പോകുന്ന രണ്ട് രാജ്യങ്ങൾ റഷ്യയും ഫ്രാൻസുമാണ് എന്ന തിരിച്ചറിവ് US-നെ വല്ലാതെ അലട്ടുന്നുണ്ട്. UK ഒരു പരിധിവരെ നിഷ്പക്ഷ നിലപാടെടുക്കുമെങ്കിലും പാലസ്തീൻ വിഷയത്തിൽ UK-ക്കും പറയാനുള്ളത് അവിടെ നിന്നും ഇസ്രായേൽ പിന്തിരിയണം എന്നത് തന്നെയാണ്. അതും US-ന് വലിയ വിലങ്ങുതടിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പാലസ്തീനിൽ ഇപ്പോൾ നടക്കുന്ന നരഹത്യ, വംശഹത്യ, അത് ഇസ്രായേൽ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അത് ആവർത്തിക്കുകയല്ല, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെയാണ് കെയർ സ്റ്റാമർ വിളിച്ചു പറയുന്നത്. അപ്പോൾ UK-യുടെ നിലപാടും ശക്തമാണ്. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ ഫണ്ടിങ്, അതിനെ ടെറർ ഫണ്ടിങ് എന്നൊക്കെയാണ് അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. ഇറാൻ ഫണ്ട് ചെയ്യുന്നുണ്ട്. യമനിലെ ഹൂതി വിമതർക്കും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമൊക്കെ നേരിട്ടോ അല്ലാതെയോ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന രീതിയിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ലോകം മുഴുവൻ. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി അമേരിക്കയെ ഭയക്കേണ്ടതില്ല. അമേരിക്കയുടെ വെല്ലുവിളികളെ ശക്തമായി ചെറുത്തു നിൽക്കാൻ എന്താണ് വഴി എന്നുള്ളത് കൃത്യമായി ഉപദേശിക്കാൻ റഷ്യയുണ്ട്. റഷ്യയുടെ എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞ് ഇന്ത്യ അടക്കം, നമ്മുടെ രാജ്യത്തെ അടക്കം പല രാജ്യങ്ങളെയും US ഭീഷണിപ്പെടുത്തിയല്ലോ. അതാരെങ്കിലും ചെവി കണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇറാന്റെ മേൽ പ്രതിരോധവുമായി വരുന്ന അമേരിക്കയുടെ നയങ്ങളെ ഇറാൻ പുല്ലുവില കൽപ്പിക്കുന്നത്.